ഹായ് ഹലോ, എൻ്റെ പേര് ഹാഷിം. വ്യാക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തുറന്നിരിക്കുന്നത് എമ്പുരാൻ എന്ന മൂവിയുടെ ടീസർ റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ മൂവിയുടെ ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഒരു ഹോളിവുഡ് ആയിട്ടാണ്, അതായത് ഒരു മലയാള സിനിമയല്ല. ജാതി മേക്കിങ്, ഓരോ ഷോട്ട്സും ഓരോ ഫ്രെയിമും അത് എടുത്തിരിക്കുന്നത്, ആ ലോങ് ഷോട്ട് അതിലൊക്കെ എന്ത് രസമാണ് കാണാനത്. അത് ഫോണിൽ കാണുമ്പോൾ തന്നെ ഇത്രയും ഇതിൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ തിയേറ്ററിൽ ആ സീനൊക്കെ വരുമ്പോൾ വേറെ ലെവലായിരിക്കും, കത്തും തന്നെ പറയാം. ജാതി തന്നെ. പിന്നെ അതിൻ്റെ സ്കോർ കൊടുത്തിരിക്കുന്നത് ദീപക് ദേവാണ് സ്കോർ കൊടുത്തിരിക്കുന്നത്. പുള്ളി വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ട്രയലിന് വേണ്ടി ചെയ്തിരിക്കുന്ന സ്കോർ കിട്ടും സാധനമാണ്. എന്തായാലും ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട്, അതായത് എല്ലാവരും പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അധികം ആളുകളും പറയുന്ന രണ്ട് പേരാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട്, അതായത് ഒന്നുകിൽ ഗോപിസുന്ദർ അല്ലെ സുഷിശ്യാം. പക്ഷെ അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കേണ്ട ഒരു ഐറ്റമാണ് ദീപക് ദേവ് എന്ന് പറഞ്ഞത്. പുള്ളി വേറെ ലെവലാണ്. എനിക്ക് പുള്ളിയുടെ സോങ്സ്, മ്യൂസിക് ചെയ്തതിനെക്കാട്ടി കൂടുതൽ എനിക്കിഷ്ടം പുള്ളിയുടെ സ്കോറാണ്. ബീജം ചെയ്താൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എസ്പെഷ്യലി ഇപ്പം ലൂസിഫറിൻ്റെ ആയാലും അതുപോലെ ഉറുമി മൂവി എല്ലാവരും കണ്ടാണെന്ന് വിചാരിക്കുന്നു. ഉറുമി മൂവിയിലൊക്കെ സ്കോറൊക്കെ വേറെ രക്ഷയിലായിരുന്നു. എനിക്കത് പൃഥ്വിരാജിൻ്റെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ദീപക് ദേവ് ആൻഡ് പൃഥ്വിരാജിൻ്റെ ഇതാണ്. നല്ല പുള്ളി വേറെ ലെവൽ വർക്കാണ്. ആക്ച്വലി പുള്ളിയുടെ മ്യൂസിക്കായാലും BGM ആയാലൊക്കെ വേറെ ലെവൽ തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ഇരിക്കുന്നത്, എമ്പുരാൻ മൂവിയുടെ സിനിമാറ്റോഗ്രഫി ഇരിക്കുന്നത് ലൂസിഫറിൻ്റെ തന്നെ ക്യാമറമാനായ സുജിത് വാസുദേവാണ്. എനിക്ക് സുജിത് വാസുവിനെ കുറിച്ച് പറയുകയാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ക്യാമറമാനാണ് പുള്ളി. ഞാൻ പുള്ളിയുടെ ഫസ്റ്റ് മൂവി, അതായത് പുള്ളി ചെയ്തത് നല്ല ബെസ്റ്റ് വർക്ക് എനിക്ക് തോന്നിയ രണ്ട് മൂവി ലൂസിഫർ ഓക്കെയാണ്. പക്ഷേ ലൂസിഫറിൻ്റെ മുമ്പ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വർക്ക് എന്ന് വെച്ചാൽ ഒന്ന് മെമ്മറീസ്, അതുപോലെ സിറ്റി ഓഫ് ഗോഡ് പറഞ്ഞ മൂവി, ലിജോ ജോസഫ് അലിശ്ശേരി, അതുപോലെ ജിത്ത് ജോസഫിൻ്റെ മെമ്മറീസും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവിയാണത്. അത് മാത്രമല്ല അതിലെ സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സംഭവം കൂടി പറയാം, ഒരു കാരണം ഷെയർ ചെയ്യാം. അതായത് ലൂസിഫർ മൂവിയുടെ ഒരു പ്രൊമോഷൻ ഭാഗമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ലൂസിഫർ മൂവി അന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സുജിത് വാസുവിൻ്റെ ക്യാമറ വേണം, അല്ല പുള്ളി ചെയ്യില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ പുള്ളി അത്രയും ഇതാണ് ആ ക്യാമറമായിട്ട്. അതുപോലെ അനാർക്കലി എന്ന മൂവി എല്ലാവരും കണ്ടെന്ന് വിചാരിക്കും, അനാർക്കലി മൂവി. അതിൽ ഓരോ ഷോർട്ട്സ് എടുത്ത് തന്നെ മനസ്സിലാവും പുള്ളി വേറെ ലെവലാണ് ആളാന്നുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ക്യാമറയാണ് പുള്ളി. അതുപോലെ നല്ല വർക്കായിരുന്നു ലൂസിഫറിൽ. അപ്പോൾ ഇതിലായാലും ഇപ്പോൾ ഇതിലിപ്പം എന്തായാലും കാണാൻ കാത്തിരിക്കുകയാണ് ഞാൻ എമ്പുരാൻ മൂവി, പുള്ളിയുടെ വർക്ക് എന്താണെന്നുള്ളത്. അതുപോലെ എടുത്തു പറയേണ്ട വേറെ കാര്യം, ഇതെല്ലാം എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് അഖിലേഷ് മോഹനാണ്. പുള്ളി ഇതുപോലെ കുരുതി, അതുപോലെ ബ്രോഡാഡി മൂവിയൊക്കെ പുള്ളിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ മൂവിയുടെ ടീസർ കട്ട്സ് ചെയ്തിരിക്കുന്നത് ഡോൺ മാക്സ് ആണ്. ഡോൺ മാക്സ് എല്ലാവർക്കും അറിയാം. ലാലിൻ്റെ തന്നെ ബാബ കല്യാണി, അതുപോലെ ചോട്ടമ്പയൊക്കെ പുള്ളിയാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയാണ് ഇതിൻ്റെ ടീസർ കട്ട്സ് ചെയ്തിരിക്കുന്നത്. എനിക്കൊരുപാട് പ്രതീക്ഷയുണ്ട് മൂവി. മാർച്ച് 27 മൂവി റിലീസ് ചെയ്യുന്നത്. എന്തായാലും ഇത് നല്ലൊരു വിജയമായിട്ടാണ് ആശംസിക്കുന്നു. സുരീൻ്റെ എനിക്ക് വേറെ കാര്യം കൂടി പറയാനുണ്ടെന്ന് വെച്ചാൽ, പൃഥ്വിരാജ് എന്ന ലൂസിഫർ മൂവിയുടെ ഫസ്റ്റ് മൂവി പുള്ളിയുടെ ഡയറക്ഷൻ ചെയ്ത ആ മൂവി ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ്. എനിക്കത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ക്യാരക്ടർ അവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതുപോലെ അതിൻ്റെ ഓരോ ഷോർട്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ ലൂസിഫർ മൂവിയുടെ ഫസ്റ്റ് ഷോട്ട് അത് ആ ഷോട്ട് കാണുമ്പോൾ തന്നെ, ഷോർട്സ് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഡയറക്ടർ അത് ഏത് ലെവലിലാണ് അത് സ്കെച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ജാതി സാധനമാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന സിത്വം ഓക്കെ, പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഡയറക്ടർ ഏത് ലെവലിലാണ് ആ സിനിമയെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു കറക്റ്റ് ഒരു എക്സാമ്പിളാണ്. ഞാനെപ്പോഴും ആ മൂവി ഇടയ്ക്ക് കാണാറുണ്ട്, യൂട്യൂബിൽ നിന്ന് കാണാറുണ്ട്, അതിനോട് വീഡിയോസ് കാര്യങ്ങൾ കാണാറുണ്ട്. പക്ഷേ എനിക്ക് കാണുമ്പോൾ ഞാനത് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഓരോ ഷോട്ട് അങ്ങനെ അവർ എടുത്തിരിക്കുന്നത്, അതുപോലെ അതിൻ്റെ ഫ്രെയിംസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് എടുത്തു പറയേണ്ടത് അതിൽ മോഹൻലാലും വിവേക് ഒബ്രോയും തമ്മിലുള്ളൊരു സീൻസ് ഉണ്ടല്ലോ, എല്ലാവരും കണ്ടു വന്നിരിക്കുന്നു. ലാലേട്ടൻ ഇത് പറഞ്ഞ ഡയലോഗ്, നാർക്കോട്ടിക്സ്, ആ ഡയലോഗ് പറയുന്ന സീൻ, ആ സീനൊക്കെ എടുത്തിരിക്കുന്നത് വേറെ ലെവലായിരുന്നു പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സീൻസ് ഉണ്ട് അതിൽ പറയുകയാണ്. എനിക്കത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞാൻ എല്ലാ മൂവീസും കാണുന്ന ഒരാളാണ്, എല്ലാ ലാംഗ്വേജും എല്ലാ മൂവീസും കാണുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കത് ഞാൻ ഓരോ ചില എൻ്റെ ഫേവറേറ്റ് മൂവീസ് ഇപ്പോൾ ലൂസിഫറൊക്കെ മൂവിയാണ്. അപ്പോൾ അത് ഞാനൊക്കെ അങ്ങനത്തെ മൂവീസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണും. അത് കണ്ട് അതിൻ്റെ ആ ഷോട്ട് എങ്ങനെയാണ് ആ ഡയറക്ടർ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ കറക്റ്റ് അതിനെപ്പറ്റി ഒരു റിസർച്ച് നടത്താറുണ്ട്. ഞാൻ അതുപോലെ ട്രെയിലർ കണ്ടിട്ട് നെറ്റിയതും രണ്ട് മൂവീസിനാണ്. ഒന്ന് 2017 മാർച്ചിൽ ബാഹുബലി 2 ആൻഡ് 2022 ഏപ്രിൽ 1 KGF Part 2 ടീസർ കണ്ടിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഇതും അതിൻ്റെ വേറൊരു ഐറ്റമാണ്. എന്താ പറയുക, ഈ മൂവിയെക്കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ, അന്യനിൽ പ്രകാശ് രാജ് വിക്രമോട് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിൻ്റെ ഒരു വേറെ വേഷനാണെങ്കിൽ പറയാം. അതായത് ശങ്കറിനെ പാത്തിർക്ക്, രാജമൗലി പാത്തിർക്ക്, പ്രശാന്ത് നീലിനെ പാത്തിർക്ക്, ഉന്നപ്പോഴും ഡയറക്ടറെ ഇതുവരെ കണ്ടിട്ടില്ല, പൃഥ്വിരാജ് സുകുമാരൻ പറയേണ്ടി വരും. ഷിജാദി ടീസർ കണ്ടിട്ട് തന്നെ ഇത്രയും എക്സൈറ്റ്മെൻറ്റ്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, ഇപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സും അതുപോലെ അതിൻ്റെ ടീച്ചർ കണ്ട് അതിൻ്റെ താഴത്ത് കമൻസ് കണ്ട് തരത്ത് വരുന്നത് അത്രമാതിരി കമൻസാണ്.
എല്ലാവരും പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് ഇതിൻ്റെ ടീസർ വീഡിയോ കണ്ടിട്ട്. എന്തായാലും ഞാനും കാത്തിരിക്കുകയാണ് മാർച്ച് 27 വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും ശുഭ